ജ്യോതി ബസുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനാകാതെ ആയിരങ്ങൾ നിരാശരായി മടങ്ങിയപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്താത്ത കൊൽക്കത്തയിലെ വസതിയിൽ തന്നെ കഴിഞ്ഞ ഒരു പ്രമുഖ നേതാവുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയാണിത്. പ്രധാനമന്ത്രിയും സോണിയാഗാന്ധിയും ഇടതു നേതാക്കളോട് കാണിച്ച അടുപ്പമാണ് മമതയെ ചൊടിപ്പിച്ചത്. പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിയമസഭാ മന്ദിരത്തിലേക്ക് ബംഗാൾ ഒഴുകിയെത്തുമ്പോൾ 20 മിനിറ്റ് മാത്രം ദൂരെയുള്ള കാളിഘട്ടിലെ വസതിയിൽ കടുത്ത വാശിയിലായിരുന്നു തൃണമൂൽ നേതാവ് മമതാ ബാനർജി. വാശി ജ്യോതി ബസുവിനോടല്ല, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയോടും. കാരണം ജ്യോതി ബസുവിനെ സന്ദർശിക്കാൻ കൊൽക്കത്തയിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കൊപ്പം ഒരേ കാറിൽ സഞ്ചരിച്ചു. മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് മൻമോഹൻ സിംഗ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. 90 മിനിറ്റോളം ഇരുവരും ഒന്നിച്ച് ചെലവഴിച്ചു. സോണിയാഗാന്ധിയാകട്ടെ അനുശോചന സന്ദേശത്തിൽ ജ്യോതി ബസുവിനെ കോമ്രേഡ് എന്ന് വിശേഷിപ്പിച്ചു. ബംഗാളിൽ കോൺഗ്രസും സിപിഎമ്മും അടുക്കുന്നുവെന്ന അഭ്യൂഹം പരന്നു തുടങ്ങിയിട്ട് നാളേറെയായി. ഈ സാഹചര്യത്തിൽ മമതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യങ്ങളാണിത്. ജ്യോതി ബസുവിന്റെ ചികിത്സ നടക്കുമ്പോൾ 2 തവണയും മരിച്ചയുടനും ആശുപത്രിയിലെത്തിയ മമതാ ബാനർജി അന്തിമോപചാരം അർപ്പിക്കാൻ നിയമസഭയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് പാർട്ടിയിലെ അടുത്ത നേതാക്കൾക്ക് പോലും അംഗീകരിക്കാനായില്ല. തീരുമാനം മാറ്റാൻ മമതയെ ഇവർ പ്രേരിപ്പിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. രാജ്യം ജ്യോതി ബസുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ മമതാ ബാനർജി സ്വന്തം വസതിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു.